സുഹൃത്തുക്കളെ, തിപ്പല്ലിയിൽ കുറ്റിക്കുരുമുളക് ബഡ് ചെയ്യണ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിപ്പല്ലിണ്ടാകും. ഏകദേശം ഇത്ര വലിപ്പമുള്ള തിപ്പല്ലികളാണ് നമ്മൾ. ഇത് ഏകദേശം ഒരു 5 മാസം 6 മാസം പ്രായമുള്ള തൈകളാണ് നമ്മൾ. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ സോഫ്റ്റുള്ള ഭാഗമാണ് ബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലെങ്കിൽ നല്ല ബലമുള്ള ഭാഗം പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിവിടെ ഇതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കും. അങ്ങനെ പൊളിച്ചു കൊടുക്കാതെ എത്രയും മതി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് ബഡ് ചെയ്യാനുള്ള ഇതാണിത്. പിന്നെ പെപ്പർ തെക്കൻ്റെ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു കഷ്ണം മതി, അത് വലിയൊരു കഷ്ണം നമുക്ക് ആവശ്യമില്ല. ചെറിയ കഷ്ണം ഉണ്ടായാൽ തന്നെ നമുക്ക് ഇതിന്മേൽ ബഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഇനി വി ആകരുത്, അതിങ്ങനെ ആപ്പ് മാതിരി ഇങ്ങനെ ചെറുതായി ചെത്തിയിട്ട് അങ്ങനെ ചെത്തി, അതുപോലെ തന്നെ അതിൻ്റെ മറുവശം ഇതേമാതിരി ഒന്ന് ചെത്തി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കഷ്ണങ്ങളാണ് എടുക്കേണ്ടത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. ഇതിങ്ങനെ വെച്ചാൽ തന്നെ അവിടെ നിൽക്കും. ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിനായിട്ട് വരുന്നതാണ് ആ കഷ്ണം. ഇതുപോലെ തന്നെയുള്ള ഇത് പേപ്പർ എടുത്ത് ഇതിനെ നല്ല ടൈറ്റ് ആക്കിയിട്ടാണ് ഇതിവിടെ ചുറ്റുന്നത്. അടിഭാഗത്ത് നിന്നാണ് ഇത് ചുറ്റി വരേണ്ടത്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ച് ടൈറ്റാക്കിയിട്ട് നമ്മളിതിനെ ചുറ്റും. ഇത് കുറ്റിക്കുരുമുളകാണ് നമ്മളിപ്പോൾ ബഡ് ചെയ്യണത്. അത് ഇതുപോലെ തന്നെയാണ് നമ്മൾ വള്ളിക്കുരുമുളകും ചെയ്യേണ്ടത്. അത് നമുക്ക് എത്ര നീളത്തിൽ വേണമെങ്കിലും, തിപ്പല്ലി വെള്ളക്കെട്ടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എത്ര നീളം നമുക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഹൈറ്റ് കൂട്ടി നമുക്ക് ചെയ്യാം. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ അങ്ങനത്തെ അത്തരത്തിലുള്ള ചെയ്തിട്ട് നമ്മൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കുറച്ച്, അതുകൊണ്ട് അത് ചെയ്യണില്ല. അപ്പോൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ആക്കി ഒരു കെട്ടിയാൽ എത്രേ പണിയുള്ളൂ. ഇത് നമ്മൾ നിസ്സാരമായിട്ട് നമുക്ക് ആർക്കും ചെയ്യാം. വീട്ടിൽ ഒഴിഞ്ഞിരിക്കുന്ന ആളുകൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത്. ഇതിപ്പോൾ ഏകദേശം കുറ്റിക്കുരുമുളക് നമ്മൾ വിപണിയിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന 200 രൂപ 300 രൂപക്കാണ് കുറ്റിക്കുരുമുളക് നമുക്ക് വാങ്ങാൻ കിട്ടുക. അപ്പോൾ അതുപോലെ ഇത് നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് തൈകളാക്കിയിട്ട് നമുക്ക് വലിയ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ ഇതുമായി ചെറിയ പരിചയമുള്ളവർക്കൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. അല്ലാതെ വലിയൊരു ആനക്കാര്യമൊന്നുമല്ല ഇത് ചെയ്യണത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നമ്മൾ അതുകൊണ്ടാണ് ആളുകൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു 15-20 ദിവസം മുമ്പ് നമ്മൾ ഇതുപോലെ തന്നെ ബഡ് ചെയ്തിച്ച് വെച്ച തൈയാണ്. ഇപ്പോൾ ഇതിമ പൊടിച്ച് വന്നിട്ടുണ്ട്, നല്ലോണം പൊടിച്ച്. ഇത് കവറിട്ട് മൂടിയിരുന്നു. കവറിട്ട് മൂടി കഴിഞ്ഞാൽ ഒന്നും കൂടി പൊടിച്ച് വരാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ അതല്ല, ഒന്ന് ഇവിടെ പൊടിക്കുന്നുണ്ട്, ഒരു കമ്പ് പൊടി പൊടിച്ച്. അതുപോലെ തന്നെ ഒറ്റ കമ്പ് മതി, ഒരു കമ്പ് നമുക്ക് കിട്ടിയാൽ തന്നെ കംപ്ലീറ്റ് പൊടിച്ചു. നമുക്കൊരു ഏകദേശം 1 മാസം അല്ലെങ്കിൽ ഒരു 2 മാസത്തിനുള്ളിൽ നമുക്ക് തൈ വിൽക്കാറാവും. ഇതിപ്പോൾ തന്നെ പൊടിച്ചു വന്നു, നല്ല കറക്റ്റായിട്ട് പൊടിച്ചു വന്നു. ഇതുണ്ട്, അത് കവറിട്ടുകൊണ്ട് കണ്ടോ, അതിന് ഇവിടെ വേര് വരെ പൊട്ടിട്ടുണ്ട്. കവറിട്ട് മൂടിയോണ്ട് എന്താ വേര് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ വേരിൻ്റെ ആവശ്യമില്ല, കുറ്റിക്കുരുമുളക് ആയതുകൊണ്ട് അതിൽ വേരിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ബഡ് ചെയ്തിട്ട് നമുക്കൊരു ഏകദേശം 1 മാസം ഒരു 10-20 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഇങ്ങനത്തെയുള്ള തൈകൾ കിട്ടും.